ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇതാണ് ഹോസ്റ്റല്. സംശയം തോന്നി നിൽക്കുമായിരുന്നു അകത്തോട്ട് വരണോ വേണ്ടായോ എന്ന്. സുഭാഷിനോട് ചോദിച്ചപ്പോൾ അവൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരരുതെന്നുള്ള കണ്ടീഷനിലാണ് സ്ഥലം പറഞ്ഞു തന്നത് അവൻ. ഇതിനാ വന്നത്? ഈ സമയത്ത് എണീക്കുന്നതല്ലല്ലോ. മോളെ കാണാൻ തന്നെ വന്നതാ. അകത്തോട്ട് കയറി ഇരിക്കാൻ പറയാൻ പറ്റത്തില്ല. വിസിറ്റേഴ്സിനെ ഇതിനകത്ത് കയറ്റൂല. അത് സാരമില്ല, മോളെ കണ്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ എനിക്ക്. പിന്നെ ഇത്രയും പെട്ടെന്ന് പെട്ടിയും തൂക്കി പോരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. സുധീഷ് അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ വീട് വിട്ട് പോകേണ്ടി വന്നത്. അവൻ മനഃപൂർവ്വം പെരുമാറിയതല്ല, ഞാനാണ് ഇതിനൊക്കെ കാരണം. ഏതായാലും അവൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, ഒരു കല്യാണം നടന്നു. അവൻ്റെ ഭാര്യയുടെ സ്ഥാനത്തല്ലേ നീ. അങ്ങനെയല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സംഭവിച്ചു പോയതാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് സുധീഷിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അത് നീ വിചാരിക്കുന്നത്. ഒരു പുരുഷൻ അങ്ങനെ കാണണമെന്നില്ല. സുധീഷിന് നിന്നെ ഇഷ്ടമാണെങ്കിലോ അവൻ നിന്നെ ഭാര്യയായിട്ടാ കാണുന്നെങ്കിലോ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്തത് പറയാൻ പോകുന്നത്? അല്ല, സുധീഷ് വന്ന് പറഞ്ഞോ ഇങ്ങനെ വന്ന് പറയണമെന്ന്? അവൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വന്ന് പറയോ മോളെ? വെറുതെ ഇരുന്നവനെ ഞാനാണ് പെരികേറ്റി വിട്ടത്. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും വേറെയാണ് കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാനാണിതിന് കാരണം. ഇതിൽ കൂടുതൽ പറയാൻ പറ്റുകയില്ല. അവൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാനാണ് മോളെ. ഇത് സംഭവിച്ച ഉടനെ നീ പെട്ടിയും തൂക്കി ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കാരണം ഇത് സംഭവിച്ചെന്ന് ഓർത്തപ്പോൾ എനിക്ക് മനസ്സിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ട്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. വെറുതെ ഇരുന്ന ആളിനെ ഇവിടെ വരെ എത്തിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അതുകൊണ്ട് വന്നു പോയതാണ് മോളെ. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മുറിയിൽ വരികയില്ലായിരുന്നു അവൻ. അല്ല, നിങ്ങൾക്ക് വിവരമില്ലയോ? എനിക്കോ? ഒരു മകനോട് അച്ഛൻ ഇങ്ങനെയാണോ പറയുന്നത്? അച്ഛൻ ഓരോന്ന് ഓതി കൊടുക്കാനും അതനുസരിച്ച് മകൻ പെരുമാറാനും ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? ഞാൻ കരുതി നിങ്ങളൊരു പാവമാണെന്ന്. ചുമ്മാതല്ല നിങ്ങളെല്ലാവരും ചീത്ത വിളിക്കുന്നത്. ഒരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് പതിയെ പറ മോളെ, ആരെങ്കിലും കേൾക്കും. നിങ്ങളല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതല്ലേ, ഏതായാലും ഭാര്യയല്ലയോ എന്ന്. ഇപ്പോൾ ഏത് വിധേയനെ എങ്ങനെ വേണമെങ്കിലും പെൺകുട്ടിയോട് പെരുമാറണമെന്നാണോ? ആണോ? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ആണുങ്ങൾ എന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്? അവനല്ല തെറ്റിയത്, ഞാനാണ്. അച്ഛൻ മകൻ ഇങ്ങനെയാണോ ഉപദേശം കൊടുക്കുന്നത്? ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ പാടില്ല. അറിയാതെ ചെയ്തു പോയതാണ്. അന്ന് കല്യാണം കഴിഞ്ഞ് നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് വീട്ടിൽ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? മോൻ ചെയ്ത വൃത്തികേട് ഞാനാ ചെയ്തതെന്ന് ന്യായീകരിക്കാൻ നാണമില്ലേ അച്ഛന്? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മുറിയിൽ കയറി വരുമോ? അയാൾക്കും അറിയാമല്ലോ ഞാൻ അയാളുടെ ഭാര്യയല്ലെന്ന്. എല്ലാം ചെയ്തത് ഞാനാണെന്ന് ന്യായീകരിക്കാൻ വരുന്നു. എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ടോ? ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ ഇവിടുന്ന്? ശരി, ഞാൻ പോവുകയാണ്. എന്നെ കാണിക്കുന്നത് വീടാണ്. എടാ നികേഷേ, നീ എന്താടാ ഒന്ന് സംസാരിക്കാതിരിക്കുന്നത്? ഒന്ന് പറയടാ, എന്തെങ്കിലും പറയടാ. എടാ ഹരീഷേ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നൊന്ന് വിട്. സുഭാഷ് ചേട്ടാ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? ഇപ്പോൾ ഞാൻ ആരെങ്കിലും കൊന്നിട്ട് വന്നോ? നിങ്ങളെന്താ സൂക്ഷിച്ചെന്നെ നോക്കുന്നത്? അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ചിരിക്കണോ അതോ ഡാൻസ് കളിക്കണോ? സുധീഷേട്ടൻ്റെ ഇഷ്ടം പോലെ എന്തൊക്കെയോ ചെയ്യുന്നു. ഇതിനെല്ലാം മറ്റുള്ളവർ ഓക്കെ പറയണം. നീ ഇപ്പം ചിരിക്കാനോ ഡാൻസ് കളിക്കാനോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും മിണ്ടാതെ മുഖവും വീർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. സുഭാഷേട്ട, അവൾ പോയി. നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ അവൾ ഇറങ്ങിപ്പോയത്. ഹരീഷ് പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയെന്നാണോ പറയുന്നത്? ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവൾ ഇറങ്ങിപ്പോകാനുള്ള കാരണവും ഞാൻ തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ കിടപ്പുമുറിയിലല്ലേ ചെന്നത്. അതിന് ഏട്ടത്തി സുധീഷേട്ടനെ ഭർത്താവായിട്ട് കാണുന്നുണ്ടോ? എടാ, അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അങ്ങനെ നടക്കണ്ട എന്ന് കരുതി. ആ കല്യാണം കഴിഞ്ഞ രാത്രി അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞതാണ്. അന്ന് റിസപ്ഷന് വേണ്ടി നമുക്ക് വേണ്ടിയാണ് അവൾ വന്ന് നിന്നത്. അവൾക്ക് അങ്ങനെയായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാൻ അവളെ ആദ്യം കണ്ടപ്പോൾ മുതലേ എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. അത് സുധീഷേട്ടൻ എല്ലാവരെയും കാണുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ആയിക്കോട്ടെ, നിധിയോടുള്ള ഇഷ്ടം അവളും മനസ്സിലാക്കുന്നില്ല, നിങ്ങളും അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു തരുന്നു. ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾ കരുതരുത് പ്ലീസ്. ഞാൻ ഇത് ചെയ്തതുകൊണ്ട് എത്രമാത്രം സങ്കടപ്പെടുന്നുവെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു വൃത്തികെട്ടവനോ തെമ്മാടിയോ ഒക്കെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി ഞാൻ ചത്ത് തൊലഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാ. ദേ ഇവിടെ ഇരിക്കുക. ഇവിടെ വരെ എത്തിച്ചത് സുധീഷേട്ടൻ തന്നെയാണ്. എന്നിട്ട് മറ്റുള്ളവരിൽ നിന്നാണെന്ന രീതിയിലാണ് പെരുമാറുന്നത് സുധീഷേട്ടൻ. ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടണ്ടായോ? ഏട്ടത്തി തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അവളെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? പക്ഷേ അവൾക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കാൻ നിൽക്കരുത്. ഇഷ്ടമുള്ള കളിപ്പാട്ടം നുണ പറഞ്ഞ് സ്വന്തമാക്കുന്നത് പോലെ മനസ്സ് സ്വന്തമാക്കാൻ പറ്റില്ല. ഇവിടെ അന്യനോട് പെരുമാറുന്ന പോലെയാണ് അവൾ എന്നോട് പെരുമാറുന്നത്. നിങ്ങളോട് പെരുമാറുന്ന പോലെയാണോ എന്നോട് പെരുമാറുന്നത്? സുഭാഷേട്ടൻ അവളുടെ മൂത്ത ചേട്ടൻ, നികേഷ് ചെല്ലക്കുട്ടി. എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും അവൾ കാണുന്നില്ല. ഇന്ന് രാത്രി എനിക്കൊരു അബദ്ധം പറ്റി. ആ മുറി കയറി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. സുഭാഷേട്ടനെയും നികേഷിനെയും കാണുന്നതല്ലെന്ന് കരുതി സന്തോഷിക്കുകയല്ലേ വേണ്ടത് സുധീഷേട്ടൻ? പിന്നെ പോടാ ഒന്ന്. അവൾ എന്ന് കരുതി വേറെ രീതി എന്നെ കാണുവാണോ? ഒന്ന് കുടിച്ചിട്ട് തോന്നിവാസം പറഞ്ഞതുപോലെ അല്ലാതെ ഒറ്റ തവണയെങ്കിലും ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ സുധീഷേട്ടൻ? ഇഷ്ടമല്ല എന്ന രീതി മുഖത്ത് നോക്കാതെ ഇറങ്ങിപ്പോയതാണ്. അപ്പോഴങ്ങോട്ട് നിന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ ഒന്ന്. അത് ഏട്ടത്തിയോട് പോയി അത് പറ. അപ്പം ഏട്ടത്തി എന്ത് പറയുമെന്ന് നോക്കാമല്ലോ. അതനുസരിച്ച് നമുക്ക് പെരുമാറാം.
സുധീഷേട്ടൻ്റെ മനസ്സിൽ എന്താവണമെന്നുള്ളത് ഏട്ടത്തി അറിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാൻ ബാക്കി എന്തെന്ന്. സമയം എടുത്ത് വേണം ചോദിക്കാൻ, അല്ലാതെ വെപ്രാളം കാണിക്കരുത്. ഭാര്യയാണെന്ന അധികാരത്തിൽ ചെന്ന് ചോദിക്കല്ല്. ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്ന രീതിയിൽ പോയി ചോദിക്കണം. അല്ല എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല പ്രേമത്തിൻ്റെ കാര്യത്തിൽ നിന്റെ ഉപദേശം തേടേണ്ടി വന്നല്ലോ. എൻ്റെ കഷ്ടകാലം. എന്നാൽ ശരി, താൻ പണി നോക്കാൻ പോകും. ഒന്ന് ചൂടാവല്ലേടാ, ഇവിടെ ഇരിക്കും. ഒന്ന് ആ പിള്ളേർ വരാൻ സമയമായി. ഇയാൾ ഒന്ന് സംസാരിക്കാൻ നോക്ക്. ആ ശരിയടാ. സുധീഷ് നിധി ജോലി ചെയ്യുന്നിടത്ത് പോകുന്നു. നിധി അകത്തില്ലേ? നിധിയുടെ കൂട്ടുകാരിയോട് ചോദിക്കുന്നു. നിധി അകത്തുണ്ട്. എന്നാൽ അകത്ത് കയറി ഇരിക്കാമോ? ഗസ്റ്റ് ഇരിക്കുന്ന റൂമുണ്ട്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. നിധിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ? ആ പറയാമല്ലോ. ജോലി തിരക്കാണെങ്കിൽ വരണ്ട, ജോലി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയണേ. ആ ശരി. നിധി അന്ന് വന്ന് തന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയ തൻ്റെ റിലേറ്റീവ് ഇല്ലേ, അയാൾ പുറത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. നിധി എണീറ്റ് പോകുന്നു. നിധി സോറി നിധി, ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ താൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. പിന്നെ ഹോസ്റ്റലിൽ കാണുമോ എവിടെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താൻ വീട് വിട്ട് പോയതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. തന്നെ അവിടെ വരെ കൊണ്ടെത്തിച്ചത് ഞാനാണ്. എന്താ വന്ന കാര്യം വന്ന് പറഞ്ഞിട്ട് പോയി. ഇത് ഓഫീസാണ്. പേഴ്സണൽ കാര്യം ഓഫീസിൽ വന്ന് പറയുകയല്ല വേണ്ടത്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. നിധി എന്നോടൊന്ന് ക്ഷമിക്കാമോ? ഞാനൊരു സോറി പറയുന്നു, കാല് പിടിച്ച് മാപ്പ് പറയുന്നു. ഇന്നലെ മുഖം ഞാൻ ആകെപ്പാടെ വിഷമത്തിലാണ്. എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. നിധി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ആശ്വാസമായേനെ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയേനെ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നിങ്ങൾ കാരണം ബാക്കിയുള്ളവർ എത്ര ഡ്രോമ അനുഭവിച്ചു എന്നും സങ്കടപ്പെട്ടു എന്നൊന്നും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾക്കിപ്പോൾ മാപ്പ് തരണം, അപ്പം നിങ്ങൾക്ക് സമാധാനമാവും. അപ്പം ഞങ്ങളോ? ഞാനിപ്പോൾ മാപ്പ് തരുന്നില്ല, നിങ്ങൾ പൊക്കോ ഒന്ന്. എന്നെ കാണിക്കുന്നത് വീടാണ്. അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. സുഭാഷ് ഏട്ടൻ വന്ന് പറയുന്നു, ഹരീഷേ നീ സുധീഷിനെ ഒന്ന് വിളിച്ചു നോക്കടാ, അവൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചു കാണത്തില്ല, എനിക്കൊന്നും വയ്യ. അപ്പോഴത്തേന് അച്ഛൻ വരുന്നു. അച്ഛന് ഫുഡ് കൊടുക്കുന്നു. ഇന്നും ദോശയേ ഉള്ളൂ, എന്നെങ്കിലും ഭൂരിയാക്കി കൂടെയോടാ. ഇങ്ങനെ ഒറ്റൊരുത്തം കാരണം സുധീഷേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പോയത്. ഞാൻ എന്ത് ചെയ്തെന്നാ? എടാ ഹരീഷെ, ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും അനങ്ങാതിരിയടാ. ആരെയൊക്കെ 4 ദിവസം പട്ടിണി കിടണം, അപ്പോഴത്തേനെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളും. നിങ്ങളെക്കൊണ്ട് ആർക്കെങ്കിലും ഈ വീട്ടിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല ഈ കാര്യം മാത്രം പെട്ടെന്ന് ചെയ്തത്? ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എൻ്റെ തലയ്ക്കിരിക്കട്ടെ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ തന്നെയാണ് കാരണം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.